നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവർ MLAയുടെ ആരോപണത്തിൽ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് PK കൃഷ്ണദാസ്. കേരള പോലീസ് അധോലോക സംഘമായി മാറി. ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും PK കൃഷ്ണദാസ്. വിമാനയാത്രാ നിരക്ക് വർധനവ് പ്രതിഷേധാർഹമെന്ന പ്രവാസി ഫെഡറേഷൻ. ഉത്സവ സീസണുകളിലെ വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണം. വർദ്ധിപ്പിക്കുന്നത് ഇരട്ടിയിലധികം തുക എന്നും ഫെഡറേഷൻ. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണം. മാർച്ചും ധർണയും നടത്തി NGO യൂണിയൻ. ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കണമെന്നും ആഹ്വാനം. വാർത്തകൾ വിശദമായി. ADGPക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് അന്വേഷണം നടത്തണം. MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം കീഴുദ്യോഗസ്ഥനായ IGയെ കൊണ്ട് അന്വേഷിക്കുന്നത് പ്രഹസനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനേക്കാൾ ഭേദം തനിക്കെതിരെയുള്ള അന്വേഷണം ADGP തന്നെ നടത്തുന്നതാണ് എന്നും PK കൃഷ്ണദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അകത്തു നിർത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. മുഖ്യമന്ത്രി സ്വന്തം കസേര ഉറപ്പിക്കാനാണ് കുറ്റാരോപിതനായ ADGPയെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം തികച്ചും പ്രഹസനമാണ്. ADGPയെ മുഖ്യമന്ത്രി വല്ലാതെ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ MLA ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് മേധാവിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ADGPയെ പുറത്തു നിർത്താനല്ല, അകത്ത് നിർത്താനും അടുത്തു നിർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത്. സത്യത്തിൽ ഈ അൻവർ MLAയുടെ ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത്. അത് കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, തികഞ്ഞ സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇതിനെല്ലാം ഈ ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിലെ പോലീസിനെതിരായിട്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അധോലോക സംഘമായി കേരളത്തിലെ പോലീസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പോലീസ് മേധാവികൾ പങ്കാളികളാവുകയാണ്. ദാവൂദ് ഇബ്രാഹിമിനോടാണ് ഒരു ഭരണകക്ഷി MLA തന്നെ DGPയെ വിശേഷിപ്പിക്കുന്നതെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ രാജൻ പുതുക്കുടി, TC മനോജ് എന്നിവർ പങ്കെടുത്തു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ദുഷ്പ്രവൃത്തികളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് UDF ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും PT മാത്യു പറഞ്ഞു. കണ്ണൂരിൽ UDF ജില്ലാ നേതൃയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ഗൗരവത്തോടെ അറ്റൻഡ് ചെയ്ത 2-3 മുതിർന്ന നേതാക്കന്മാർ KC വേണുഗോപാലിന്റെ ഡൽഹി മീറ്റിംഗിലോട്ട് പോയത് ഒഴിവാക്കി ബാക്കി എല്ലാവരും ആ മീറ്റിംഗ് അവസാനിക്കുന്നവരെ വൈകുന്നേരം വരെ ഇരിക്കുകയും എല്ലാ ചർച്ചകളും ഗൗരവമായി എല്ലാ ജില്ലയിലെ വിഷയങ്ങൾ അവഗണിക്കുകയും ചെയ്തു. എടുത്തൊരു തീരുമാനത്തിന്റെ സർക്കുലറാണ് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് സർക്കുലറായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ദുഷ്പ്രവൃത്തികളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് UDF ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും PT മാത്യു പറഞ്ഞു. അടുത്ത വർഷം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു നേതൃയോഗത്തിലെ പ്രധാന അജണ്ട. കൺവീനർ അബ്ദുൽ കരീം ചേലേരി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, സണ്ണി ജോസഫ് MLA, വിവിധ കക്ഷി നേതാക്കളായ KV കൃഷ്ണൻ, സുധീഷ് കടന്നപ്പള്ളി, V രാഹുൽ, V മോഹനൻ, സജീവ് മാറോളി, ജോർജ് കാനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ഹോമിയോ വകുപ്പും സംയുക്തമായി പുഴാതി സോണൽ ഓഫീസിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൗൺസിലർ P കൗലത്ത് ഉദ്ഘാടനം ചെയ്തു.
PhD പുഴാതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M അമുദ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷീജ M ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗ ക്ലാസ് പരിശീലനം ഡോക്ടർ ഹരിത PM നിർവഹിച്ചു. കൗൺസിലർ ഉമൈബ, PC ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. അനിഷ സ്വാഗതവും കനകരാജ് നന്ദിയും പറഞ്ഞു. രോഗികൾക്കായി രക്തപരിശോധനാ ക്യാമ്പും നടത്തി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറികളിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി വിജയകരമാക്കി തീർക്കാനിടയില്ല നമ്മുടെ കൗൺസിലർമാർ, മെഡിക്കൽ ഓഫീസർ, യോഗ ഇൻസ്ട്രക്ടർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ ഇത് വിജയകരമാക്കി തീർക്കാനായിട്ട് എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഞാൻ ജില്ലയിലെ ആരോഗ്യ വിവരങ്ങൾ സമഗ്രമാക്കുന്നതിനും വിവിധ പോർട്ടലുകൾ വഴി കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുമുള്ള പരിശീലനത്തിനുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലെ മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തു. IMA ഹാളിൽ നടന്ന യോഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് M നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പണി നമ്മുടെ ജില്ലയിൽ ഇതൊക്കെയുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രോഗികളിൽ സർക്കാർ രോഗി, പ്രൈവറ്റ് രോഗി എന്നതില്ല. നമ്മുടെ രോഗി, നമ്മുടെ ജീവിത പ്രശ്നം, നമ്മുടെ കാഴ്ചപ്പാട് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖല, സർക്കാർ മേഖല, സഹകരണ മേഖല ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ ഏകീകരണമാണ് ഇന്നത്തെ മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. പ്രത്യേകിച്ച് RCH, IDSP, ജനറൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലുള്ള റിപ്പോർട്ടിംഗ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ 75ഓളം സ്വകാര്യ ആശുപത്രികൾ ജില്ലയിലുണ്ടെന്ന് മനസ്സിലാക്കും. ആസൂത്രണത്തിന് രോഗങ്ങളുടെ ശരിയായ വിവരശേഖരണം അനിവാര്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് M നമ്പൂതിരിപ്പാട് പറഞ്ഞു. ജില്ലയിലെ ആരോഗ്യ വിവരങ്ങൾ സമഗ്രമാക്കുന്നതിനും വിവിധ പോർട്ടലുകൾ വഴി കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുമുള്ള പരിശീലനത്തിനുമായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളുടെ മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തത്. സ്വകാര്യ സർക്കാർ ഭേദമില്ലാതെ എല്ലാവരും ജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും അതിനായി ശരിയായ വിവരശേഖരണം അനിവാര്യമാണെന്നും DMO പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനിൽകുമാർ സർക്കാർ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു. വിവിധ ആരോഗ്യ പോർട്ടലുകളിലേക്ക് ആരോഗ്യ വിവരങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡെപ്യൂട്ടി DMO ഡോക്ടർ രേഖ KT, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ KC, RCH ഓഫീസർ ഡോക്ടർ അശ്വിൻ, ഡോക്ടർ വീണ ഹർഷൻ എന്നിവർ ക്ലാസ് എടുത്തു. യോഗത്തിന് ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ T സുധീഷ് നന്ദി പ്രകാശിപ്പിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവർ MLAയുടെ ആരോപണത്തിൽ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് PK കൃഷ്ണദാസ്. കേരള പോലീസ് അധോലോക സംഘമായി മാറി. ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും PK കൃഷ്ണദാസ്. വിമാനയാത്രാ നിരക്ക് വർധനവ് പ്രതിഷേധാർഹമെന്ന പ്രവാസി ഫെഡറേഷൻ. ഉത്സവ സീസണുകളിലെ വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണം. വർദ്ധിപ്പിക്കുന്നത് ഇരട്ടിയിലധികം തുക എന്നും ഫെഡറേഷൻ. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണം. മാർച്ചും ധർണയും നടത്തി NGO യൂണിയൻ. ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കണമെന്നും ആഹ്വാനം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് കണ്ടംകുന്നിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ആയിത്തറ സ്വദേശി കുട്ടിയന്റവിട എം മനോഹരനാണ് മരിച്ചത്. കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ നിന്നും വന്ന സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. കണ്ടംകുന്ന് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത്. വിമാനയാത്രാ നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് പ്രവാസി ഫെഡറേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം മുൻകൈയെടുത്ത് നടപ്പാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും പ്രവാസികൾക്ക് വേണ്ടത്ര ഗുണകരമായി ഇനിയും മാറിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. 2 വർഷത്തിലൊരിക്കൽ അത് നടക്കുന്നു. ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ ഒക്കെ മുൻകൈയുണ്ട്. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ ഒക്കെ പങ്കാളിത്തമുണ്ട് എങ്കിൽ പോലും ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതും കൂടെ ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കട്ടെ. അപ്പൊ ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും സ്ഥിതി എന്ന് പറയുന്നത് വന്നവരെ പോലെ തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെ. ഗൾഫ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ കുടിയേറ്റം നടന്നിരിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടിയുള്ള കുടിയേറ്റം നടന്നിരിക്കുന്ന സ്ഥലമാണ് എന്നതുകൊണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കുറച്ചുകൂടെ സെറ്റിൽഡാണ് എന്ന് പറയേണ്ടി വരും. പ്രവാസികളുടെ വിമാനയാത്രാ നിരക്ക് അവരുടെ കുട്ടികളുടെ സ്കൂൾ അവധിക്കാലത്തും ഓണം, റംസാൻ, ക്രിസ്തുമസ് ഉത്സവ സീസണിലും 2 ഇരട്ടിയും 3 ഇരട്ടിയും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനിക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. പ്രസിഡന്റ് PV ചിന്നൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജയൻ നണിയൂർ, ജില്ലാ സെക്രട്ടറി KV ശശീന്ദ്രൻ, കുഞ്ഞിലത്ത് ലക്ഷ്മണൻ, ബെന്നി സുധൻ നാണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്തിൽ ഭൂരിപക്ഷം പരാതികളിലും അനുകൂല തീരുമാനമെടുത്തതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തിൽ വൈകിട്ട് വരെ ലഭിച്ച പരാതികളിൽ 1550 എണ്ണത്തിൽ 1256 എണ്ണം തീർപ്പാക്കിയതായും മന്ത്രി പറഞ്ഞു. 1104 പരാതികളിൽ അനുകൂല തീരുമാനമെടുത്തു. അനുകൂല ശതമാനം 88, തള്ളിയത് 152 എന്നിങ്ങനെയാണെന്നും മന്ത്രി പറഞ്ഞു. തുടർ പരിശോധനയ്ക്ക് വിട്ടത് 294 പരാതികളാണ്. മുൻകൂർ ലഭിച്ച പരാതികൾ 1188 മുഴുവനും തീർപ്പാക്കി. അനുകൂലം 1036, അനുകൂല ശതമാനം 82.2, തള്ളിയത് 152. അദാലത്ത് ദിവസം ലഭിച്ചത് 362 പരാതികൾ. 68 പരാതികളും അനുകൂലമായി തീർപ്പാക്കി. അനുകൂല ശതമാനം 100. തുടർ പരിശോധന 294. ചില പരാതികളുടെ തീർപ്പ് പൊതുവായ
ചട്ട ഭേദഗതികളിലേക്ക് നയിച്ചതായി മന്ത്രി അറിയിച്ചു. പരാതികൾക്കുമേൽ പ്രധാന തീരുമാനങ്ങൾ പരിഹാരവും മന്ത്രി വിശദീകരിച്ചു. ഇന്ന് ലഭിച്ച പരാതികൾ 362 ആണ്. അതിൽ ഇന്ന് തന്നെ തീർപ്പാക്കാൻ കഴിയുമായിരുന്ന 68 തീർപ്പാക്കിയിട്ടുണ്ട്. ആ 68 അനുകൂലമായി തീർപ്പാക്കിയതാണ്. 294 തുടർ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ്. ആകെ ഇന്ന് വന്നതും നേരത്തെ വന്നതും എല്ലാം കൂടി 1550 പരാതികൾ. അതിൽ 1704 അനുകൂലമായി തീർപ്പാക്കി 88%. മറ്റ് അദാലത്തുകളിൽ എന്നതുപോലെ തന്നെ ഇവിടെയും ചില പരാതികളുടെ തീർപ്പ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുവായ ചട്ട ഭേദഗതിയിലേക്കോ നയം മാറ്റത്തിലേക്കോ ഒക്കെ എത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് ചട്ടം 19(5) വരുത്താൻ ഇന്ന് ഒരു പരാതി കാരണമാവുകയുണ്ടായി. കെട്ടിടത്തെ സംബന്ധിച്ച് പാലിക്കേണ്ട മറ്റെല്ലാ ചട്ടവ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ പെർമിറ്റ് റദ്ദാക്കുന്ന പ്ലോട്ട് ഏരിയ അതിൽ വ്യത്യാസം വന്നു എന്ന കാരണമുണ്ട് പെർമിറ്റ് റദ്ദാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതിൽ ഭേദഗതി വരും. അതാണ് 19(5) ഭേദഗതി എന്ന് പറയുന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ സീതാറാം സാംബശിവറാവു എന്നിവരും പങ്കെടുത്തു. ITM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന നാഷണൽ ലെവൽ IT ഫെസ്റ്റിന് തുടക്കമായി. സെൻട്രൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തസ്ലീമ ഉദ്ഘാടനം ചെയ്തു. I am coming from Central University of Kerala, which is a very good reputed institute available in Kerala. But I couldn't see in the world from this side those who are applying for the Central University entrance test and to get the admission. Nobody has trying for that very opportunity. Many, we are having 27 different departments that will support you, to explore you, to understand you what is research and what is development. But many of the students are not ready to understand what you can do from your side. All of you are having different types. As I quoted in the beginning of my conversation about Albert Einstein, the great scientists have quoted that word in the year of 1931. Coherently, he coherently made that speech considering this today's era. Now we are in the era of information technology and moving like anything. Everything is in our fingertip. But what my understanding is many don't know what is happening. Many of the solutions you are getting from the, if you are exploring through ChatGPT or your assignments are you are using ChatGPT. But my request to all my dear students, please don't do. You try to improve your skill. You think, you try to improve your critical thinking skill. Try to improve your reasoning skill. That will help you to do something more and something very differently, unique thing you can do in your future. Many of all the students, those who have registered here for this active fest might be having. കോളേജ് പ്രിൻസിപ്പൽ റോസി ആന്റണി അധ്യക്ഷത വഹിച്ചു. കോഡിംഗ്, വെബ് ഡിസൈനിംഗ്, ട്രഷർ ഹണ്ട്, IT ക്വിസ്, ഗെയിമിംഗ് എന്നീ പ്രധാന ഇവന്റുകളും മറ്റ് അനവധി സ്പോർട്ട് ഇവന്റുകളും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ചെയർമാൻ KK മുനീർ അനുഗ്രഹ ഭാഷണം നടത്തി. പ്രോഗ്രാം കോർഡിനേറ്റർ രേഷ്മ തൂണോളി, C അബ്ദുൾ ജബ്ബാർ, അഭിലാഷ് രേരോത്ത്, ശരത് ചന്ദ്രൻ PR, ബിന്ദു K, സാബിറ, സുരേഷ് കുമാർ, സജിന KM, സമിത, ജിത, PK, തുഷാര, KN അർച്ചന, സ്റ്റുഡന്റ് കോർഡിനേറ്റർ C നിവേദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ P ജിതേഷ് പദ്ധതി വിശദീകരണം നടത്തി. കുറുവ UP സ്കൂളിൽ കർഷക ദിനം, നാട്ടറിവ് ദിനാചരണം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് C അരുൺ ഉദ്ഘാടനം ചെയ്തു. മറ്റധ്യാപകർ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് അറിയുക എന്നതാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയായി ബന്ധപ്പെട്ട ഭൂമിയെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പം ചുറ്റുപാടുകളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എല്ലാം അറിയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പല പരിപാടികളും നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, പൂക്കളില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇപ്പം
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓണം എത്തുകയായി. പൂക്കള മത്സരങ്ങളെല്ലാം നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കളെ കൊണ്ടാണ് നാം ഇത്തരത്തിലുള്ള പൂക്കള മത്സരങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന കുറേതരം പൂക്കളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂക്കളാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പൂക്കളിട്ട് ശേഖരിച്ചിരിക്കുമ്പോൾ മനോഹരമായ പൂക്കൾ ഇതാ ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തീർച്ചയായും ആ പൂക്കളെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ നാടിൻ്റെ ഗ്രാമീണത നിലനിർത്താനും നമ്മുടെ എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ള പൂക്കളങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അറിവ്, അതായത് നമ്മൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ ഇവിടെ മാസം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റത്തെ നമുക്ക് നമ്മുടെ ആരോഗ്യം കൊണ്ട്, അത് ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ മരുന്ന് എന്ന്, നമ്മുടെ ആരോഗ്യമെന്ന് ഇതിനു മുമ്പേ തന്നെ പലപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ഇക്കോ ക്ലബ്ബ് കൺവീനർ ഹില്ലർ ടി, SRG കൺവീനർ CC സവിത, സ്റ്റാഫ് സെക്രട്ടറി കെ മുകേഷ്, കൺവീനർ കെ സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. നീന ടീച്ചർ വിശിഷ്ട അതിഥിയായിരുന്നു. ഔഷധ ഇലകൾ, നാട്ടുപൂക്കൾ, ഓലക്കളിപ്പാട്ടങ്ങൾ, ഇലവിഭവങ്ങൾ, കൃഷിച്ചൊല്ലുകൾ എന്നിവ പ്രദർശനത്തിന്റെ ഭാഗമായി നടന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവർ MLAയുടെ ആരോപണത്തിൽ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് PK കൃഷ്ണദാസ്. കേരള പോലീസ് അധോലോക സംഘമായി മാറി. ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും PK കൃഷ്ണദാസ്. വിമാനയാത്രാ നിരക്ക് വർധനവ് പ്രതിഷേധാർഹമെന്ന പ്രവാസി ഫെഡറേഷൻ. ഉത്സവ സീസണുകളിലെ വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണം. വർദ്ധിപ്പിക്കുന്നത് ഇരട്ടിയിലധികം തുക എന്നും ഫെഡറേഷൻ. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണം. മാർച്ചും ധർണയും നടത്തി NGO യൂണിയൻ. ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കണമെന്നും ആഹ്വാനം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ മാർച്ചും ധർണയും നടത്തി. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയം ശക്തിപ്പെടുത്തുക, PFRDA നിയമനം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുക, പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായരാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. 1962 ഈ സംഘടന രൂപീകരിക്കപ്പെട്ട് 61 വർഷക്കാലം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് ഇന്ന് ഏറ്റവും ജീവനക്കാർക്ക് മാന്യമായ ശമ്പളവും മാന്യമായ സേവന വേതന വ്യവസ്ഥകളുമെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിവിധ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ സമരങ്ങളുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സിവിൽ സർവീസിൽ നമ്മുടെ സമര സംഘടനയായി കേരള NGO യൂണിയൻ മാറിയത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകർ ഈ പ്രചരണ ഭാഗമായി നമ്മുടെ മാർച്ചിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായെല്ലാം നമ്മുടെ ഓഫീസുകളും നമ്മുടെ വീടുകളും എല്ലാം സന്ദർശിക്കുമ്പോൾ മനസ്സിലെന്നും കേരള NGO യൂണിയൻ എന്ന് പറയുന്ന ഈ സംഘടനയോടുള്ള വിശ്വാസവും ഈ സംഘടനയോടുള്ള സ്നേഹവും ഈ സംഘടനയാണ് കേരളത്തിലെ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ നെടുന്തൂണായി മാറിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസവുമാണ് ഇന്ന് നമ്മുടെ 51 കേന്ദ്രങ്ങളിലും ജീവനക്കാർ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി N സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PR സ്മിത, TV രചിത തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ പ്രസിദ്ധീകരിക്കുന്ന ദ്വൈവാരികയായ ഈ പച്ചപ്പിന്റെ പ്രകാശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് LSGD സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ IAS, LSGD ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശന കർമ്മം. ഉസ്താദുൽ അസാദീസ് ശൈഖുന PKP ഉസ്താദിന്റെ 3ാം ഉറൂസ് മുബാറക്ക നാളെ മുതൽ 4 ദിവസങ്ങളിലായി പാപ്പിനിശ്ശേരി ഹിദായത്ത് കേന്ദ്ര മദ്രസ ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് രക്ഷാധികാരി സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകുന്നേരം 5:30 പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും.
5 വൈകുന്നേരം 6:30 സ്വലാത്ത് വാർഷികം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും, 6 വൈകുന്നേരം 6:30 മതപ്രഭാഷണം അദയ്യ രക്ഷാധികാരി സയ്യിദ് അസ്ലം മസ്ഹൂർ തങ്ങളും, ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മകാം സിയാറത്തിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകുന്നേരം 5:30 പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മക്ബറ സിയാറത്തോടുകൂടി പരിപാടി ആരംഭിക്കും. 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഷെയ്ഖുന KKP അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വളരെ പ്രമുഖനായ പ്രഭാഷകൻ ഹാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന സ്വലാത്ത് വാർഷികം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ് വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന മതപ്രഭാഷണ സംഗമം അസ്സദിയുടെ രക്ഷാധികാരി സയ്യിദ് അസ്ലം അൽ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നിർവഹിക്കും. എല്ലാ ദിവസവും മകാം സിയാറത്തിന് ശേഷമാണ് പരിപാടികൾ ആരംഭിക്കുക. വിവിധ പണ്ഡിതന്മാരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങളും മതപ്രഭാഷണങ്ങളും വിവിധ ദിവസങ്ങളിലായി ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ K മുഹമ്മദ് ഷരീഫ് ബാഖവി, വർക്കിംഗ് സെക്രട്ടറി AK അബ്ദുൽ ബാക്കി, വർക്കിംഗ് കൺവീനർ CP റഷീദ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സഹീർ പാപ്പിശ്ശേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വമ്പിച്ച ഓഫറുകളുമായി നിക്ഷാൻ കോഴിക്കോട് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പുതിയ ഷോറൂമായ നിക്ഷാൻ ടോയ്സിൻ്റെ 4ാമത്തെ ഷോറൂമാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വില കുറഞ്ഞ കസ്റ്റമർക്ക് നൽകി അവരെ ഈ വ്യാപാര രംഗത്ത് തിരിച്ചു കൊണ്ടുവരുവാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് വളരെ മുമ്പ് തന്നെ കണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അതിപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉന്നതമായ വിജയത്തിനും അതുപോലെ ഈ ഓപ്പറേറ്റർ മാർക്കറ്റിൻ്റെ പൊതുസംഘം അതുപോലെ ഇതിൻ്റെ പാർട്ട്നേഴ്സിനെല്ലാം വലിയൊരു സംരംഭമായി ഈ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രാർത്ഥനയോടും. MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, നിക്ഷാൻ ചെയർമാൻ K മുസ്തഫ, മാനേജിംഗ് ഡയറക്ടർ MMV മൊയ്തു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ഷാൻ അഹമ്മദ്, ഷെയ്ഖ് മുഹമ്മദ് സലാം, അബ്ദുൾ സലാം, അച്ചു കാസർഗോഡ്, ഫൈസൽ KP, അബ്ബാസ് TP തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മേഖലകളിലെ മറ്റു പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നിക്ഷാൻ ലക്കി ഡ്രോ സമ്മാന വിജയികൾക്ക് 2 ഹുണ്ടായി എക്സ്റ്റർ, 2 ഏത്തർ സ്കൂട്ടറുകൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. സെപ്റ്റംബർ 30 വരെ വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 45 ഇഞ്ച് LED TVയും ഒരാൾക്ക് ഐഫോണും സമ്മാനമായി നൽകുന്നുണ്ട്. കോഴിക്കോട്ടെ ഉപഭോക്താക്കൾക്ക് വിവിധ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ ഒരേയൊരു ഓണം 1000 ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവുമാണ് നിക്ഷാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 75% വരെ വിലക്കുറവാണ് നിക്ഷാൻ അവതരിപ്പിച്ചത്. ഒരു സ്കോഡ കുഷാക്കാണ് ഇത്തവണ ബമ്പർ സമ്മാനം. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഇവിടെ എത്തിയാൽ നേടാം. 26 വരെ നിക്ഷാൻ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ കൂടാതെ ഏറ്റവും സൗകര്യപ്രദമായ EMIയും എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫറും എക്സ്ട്രാ വാറണ്ടി സൗകര്യവും നിക്ഷാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിക്ഷാൻ കണ്ണൂർ, വടകര, പഴയങ്ങാടി ഷോറൂമുകളിൽ നിന്നും ഓണം ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവർ MLAയുടെ ആരോപണത്തിൽ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് PK കൃഷ്ണദാസ്. കേരള പോലീസ് അധോലോക സംഘമായി മാറി.
ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും PK കൃഷ്ണദാസ്. വിമാനയാത്രാ നിരക്ക് വർധനവ് പ്രതിഷേധാർഹമെന്ന പ്രവാസി ഫെഡറേഷൻ. ഉത്സവ സീസണുകളിലെ വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണം. വർദ്ധിപ്പിക്കുന്നത് ഇരട്ടിയിലധികം തുക എന്നും ഫെഡറേഷൻ. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണം. മാർച്ചും ധർണയും നടത്തി NGO യൂണിയൻ. ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കണമെന്നും ആഹ്വാനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.